നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ഇന്റൻഷനൽ ഡോക്ടർ ഇൻജെക്ട് ചെയ്തു. കൗപോക്സ് ഒരു വൈറസ് അല്ല, പ്രോട്ടോസോവ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ്. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ അസനിച്ച രാജു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് ഹീലിംഗ് ഓഫ് ദ വൂണ്ട്സ് ആയിരുന്നു. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫീവർ എ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുൻപ് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ദയവ് ചെയ്ത് തുറന്നു വയ്ക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണണമെന്നില്ല. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫീവർ എ ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഫാരൻഹീറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 37 ഡിഗ്രി സെൽഷ്യസ് എങ്കിൽ നമ്മൾ നോർമൽ എന്ന് പറയും. 37 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ നോർമൽ എന്ന് പറയും. ഫാരൻഹീറ്റ് ആണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ നമ്മൾ നോർമൽ എന്ന് പറയും. അതുകൊണ്ട് 99 ഒക്കെ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് ഉണ്ട്, അല്ലെങ്കിൽ പനി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 37 അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഈ പറയുന്ന 37 ഡിഗ്രി സെൽഷ്യസും 98.6 ഡിഗ്രി ഫാരൻഹീറ്റിനെക്കാട്ടിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ ഫീവർ എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിൽ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫീവർ ഒരു ഡിസീസാണോ ഒരു സിംറ്റം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫീവർ എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല, അതൊരു സിംറ്റമാണ്. നമ്മുടെ ബോഡിക്കകത്ത് ഏതെങ്കിലും ഒരു പാത്തജനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൽനെസ്സോ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ആ ഇൻഫെക്ഷനെതിരെ ആ ഇൽനെസ്സിനെതിരെ പ്രതിരോധിക്കുമ്പോൾ നമ്മുടെ ബോഡി തന്നെ കാണിക്കുന്ന ഒരു സിംറ്റമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പനി എന്ന് പറയുന്നത്. അപ്പോൾ പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. The normal body temperature is 37 degrees Celsius, 98.6 degree Fahrenheit. ഞാൻ പറഞ്ഞു ഓൾറെഡി. Fever is a condition when the body temperature rises above the normal level. ഈ പറയുന്ന ടെമ്പറേച്ചർ വാല്യൂവിനെ കാട്ടിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, പനി എന്ന് നമ്മൾ പറയുന്നു. ഈസ് ദ ഡിസീസ് ഓർ എ സിംറ്റം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഫീവർ എന്ന് പറയുന്നത് ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല, അതൊരു സിംറ്റമാണ്. നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു ഇൽനെസ്സോ വരുമ്പോൾ നമ്മളെ ബോഡി തന്നെ പ്രതിരോധിക്കുമ്പോൾ നമ്മളെ ബോഡി തന്നെ കാണിക്കുന്ന ഒരു സിംറ്റമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പനി എന്ന് പറയുന്നത്. സോ ഫീവർ ഈസ് നോട്ട് എ ഡിസീസ്. ഓക്കെ, ഇനി നമുക്കൊരു ഫ്ലോ ചാർട്ട് പറയുന്നുണ്ട്, നോക്കാം. നമ്മളെ ബോഡിക്കകത്ത് ഒരു പാത്തജൻസ് എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പാത്തജൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ജേംസ് ആവാം, എന്ത് തന്നെ ആയാലും നമ്മുടെ ബോഡിക്കകത്ത് കയറിയാൽ ഈ പാത്തജൻസ് ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പാത്തജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, വൈറ്റ് ബ്ലഡ് സെൽസിനെ ഉത്തേജിപ്പിക്കും. ഓക്കെ, ദ പ്രസൻസ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാത്തജൻ. ഈ പാത്തജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് കാരണം ആരെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ആരെയാണ് ഉത്തേജിപ്പിക്കുന്നത്, നമ്മൾ ബ്ലഡിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസിന് ഇത് ഉത്തേജിപ്പിക്കും. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുന്നത്. ദ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈറ്റ് ബ്ലഡ് സെൽസ് റൈസസ് ദ ബോഡി ടെമ്പറേച്ചർ. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് കാരണമാണ് നമ്മുടെ ബോഡിക്കകത്ത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്. ഇനി the rise in the body temperature reduces the rate of multiplication of pathogens, increases the effect of phagocytosis. ഇതിലൊരു ട്വിസ്റ്റ് പറയുന്നത്, നമ്മളെ ബോഡിക്കകത്ത് ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടുമ്പോൾ പാത്തജൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറയും, ഫാഗോസൈറ്റോസിന്റെ പ്രവർത്തനം കൂടും. നമ്മൾ നേരത്തെ ഫാഗോസൈറ്റോസിസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, എന്തെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മളെ ന്യൂട്രോഫിലും മോണോസൈറ്റും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ള പാത്തജനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. നമുക്കിപ്പോൾ ഓൾറെഡി പനിയാണ്, നമുക്ക് നല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് പാത്തജൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫാഗോസൈറ്റോസ് എന്ത് ചെയ്യും, ഉള്ള പാത്തജൻസിനെല്ലാം എൻഗൾഫ് ചെയ്ത് ന്യൂട്രോഫിലും മോണോസൈറ്റും ഈ ഉള്ള പാത്തജൻസിനെല്ലാം എൻഗൾഫ് ചെയ്ത് കളയുമ്പോൾ ഫാഗോസൈറ്റോസിന്റെ പ്രവർത്തനം കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ പാത്തജൻസിന്റെ അളവ് കുറയും, പക്ഷെ പനി കൂടും. കാരണം പനി നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുമ്പോഴാണ് പാത്തജൻസിന്റെ പ്രവർത്തനം കുറയുമെന്ന് പറയുന്നത്. കാരണം എന്താണ്, ഫാഗോസൈറ്റോസിന്റെ എഫക്റ്റ് കൂടുന്നത് കാരണം. പക്ഷേ ഇതിൽ വരുന്ന ട്വിസ്റ്റ്, അങ്ങനെ ടെമ്പറേച്ചർ നമ്മുടെ ബോഡിക്കകത്ത് കൂടാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള വൈറ്റൽ ഓർഗൻസിന് ഒരു പരിധിക്ക് കൂടുതൽ ടെമ്പറേച്ചറിനെ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനൊക്കെ പെട്ടെന്നത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പനി കുറയ്ക്കേണ്ട മരുന്ന് എടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ,
അപ്പം നമ്മൾ ഇതിന് അടുത്ത് പറയുന്നത് when the infection become uncontrollable the body temperature may rise tremendously. നമ്മളുടെ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടുവാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും അതിനനുസരിച്ച് നല്ലവണ്ണം റൈസ് ചെയ്യും. വി ടേക്ക് ദ മെഡിസിൻസ് ടു റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെഡിസിൻസ് എടുക്കും. നമ്മൾ എന്തിനു വേണ്ടി മെഡിസിൻസ് എടുക്കും, ബോഡി ടെമ്പറേച്ചർ ഒരു പരിധിക്കൊന്ന് കുറയ്ക്കാൻ. ബട്ട് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ട്രീറ്റ് ആഫ്റ്റർ ദ ഡയഗ്നോസിങ് ദ എക്സാക്ട് റീസൺ. നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നൊരു കുഴപ്പമാണ്. നമ്മൾ പനി വന്നോടെ പെനഡോൾ അല്ലെങ്കിൽ പാരസെറ്റമോൾ നമ്മളെടുത്ത് കഴിക്കും. പക്ഷെ അതാണോ വേണ്ടത്? അതല്ല വേണ്ടത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്ത് റീസൺ കൊണ്ടാണ് എനിക്ക് പനി വന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട്, എക്സാക്റ്റ് റീസൺ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഫ്റ്റർ ഡയഗ്നോസിന് ശേഷം അല്ല എക്സാക്റ്റ് റീസൺ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു പനി വരുമ്പോൾ നമ്മൾ ടാബ്ലറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. ഇഫ് ദ റൈസ് ഇൻ ദ ബോഡി ടെമ്പറേച്ചർ പെർസിസ്റ്റ് ഫോർ എ ലോങ് ടൈം, നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഒരുപാട് നേരം ബോഡിക്ക് അത് നിൽക്കുവാണെങ്കിൽ, അത് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നിലനിൽക്കുവാണെങ്കിൽ ഇറ്റ് മേ ബാഡ്ലി എഫക്റ്റ് ഇന്റേണൽ ഓർഗൻസ് ഇൻക്ലൂഡിങ് ദ ബ്രെയിൻ. നമ്മളുടെ ശരീരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിന്, ബ്രെയിൻ ഉൾപ്പെടെ അത് എഫക്റ്റ് ചെയ്യേണ്ട സാധ്യത കൂടുതലാണ്. ഹെൻസ് ഇഫ് ഫീവർ ഇൻക്രീസസ് ഇറ്റ് ഈസ് നെസസറി ടു സീക്ക് ദ മെഡിക്കൽ അസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് പനി കൂടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ അസിസ്റ്റൻസിന് സഹായം നമ്മൾ തേടേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പനീനെ കുറിച്ച് പറയുന്നത്. പെട്ടെന്ന് കട്ട് ഷോട്ട് ചെയ്ത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. പനി എന്ന് പറയുന്നത് നമ്മൾ 2 തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യും. 37 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ നോർമൽ എന്ന് പറയുന്നു, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ നമ്മൾ നോർമൽ എന്ന് പറയുന്നു. ചോദ്യം ചോദിക്കുന്നതിന് പനി ഒരു അസുഖമാണോ സിംറ്റമാണോ? പനി ഒരിക്കലും ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല, അതൊരു സിംറ്റമാണ്. കാരണം നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഇൽനെസ്സോ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സിംറ്റമാണ് എന്തെന്ന് പറയുന്നത് ഫീവർ എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് എന്താ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ ഒരു പാത്തജൻ കയറി, പാത്തജൻസ് ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ടോക്സിൻസ് നമ്മളെ വൈറ്റ് ബ്ലഡ് സെൽസിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. തിരിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നു, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കാരണമാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്. ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ പാത്തജൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറയും, പക്ഷേ ഫാഗോസൈറ്റസിൻ്റെ പ്രവർത്തനം കൂടെയാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞത് നമുക്ക് പനി വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ മരുന്ന് കഴിക്കരുത്. നമ്മൾ എന്താണ് എക്സാക്ട് റീസൺ ഡയഗ്നോസിസ് ചെയ്തതിന് മാത്രം നമ്മൾ മരുന്ന് എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ടെമ്പറേച്ചർ അധികമായിട്ട് നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റേണൽ ഓർഗൻസ് ഉൾപ്പെടെയുള്ള ബ്രെയിൻ ഉൾപ്പെടെയുള്ള പല ഇന്റേണൽ ഓർഗൻസിനെ ബാഡ്ലി ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഫീവർ എഫക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. സിമ്പിൾ ഫീവർ നമ്മൾ പഠിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലിംഫോസൈറ്റ്സ് ദ വാല്യൂ. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ലിംഫോസൈറ്റ്സിൻ്റെ ഡിഫൻസ് മെക്കാനിസം നമ്മൾ WBCൻ്റെ 5 കമ്പോണൻസ് പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു തന്നു. നമ്മളെ ലിംഫോസൈറ്റ്സ് സ്പെസിഫിക് ആയിട്ട് മാത്രമേ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രമേ ആര് ഡിസ്ട്രോയ് ചെയ്ത് കളയത്തുള്ളൂ, വരുന്ന ജെംസിനോ പത്തജൻസിനോ ഡിസ്ട്രോയ് ചെയ്ത് കളയത്തുള്ളൂ. ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പാർട്ട് 1 ചാപ്റ്റർ 5ൻ്റെ പാർട്ട് 1 തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ 2 ടേം നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, ആൻറ്റിജനും ആൻറ്റിബോഡിയും. എന്താണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറുന്ന പാത്തജനെ നമ്മൾ എന്ത് പറയുന്നു, ആൻറ്റിജൻ എന്ന് പറയും. നമ്മുടെ ബോഡിക്കകത്ത് സോൾജേഴ്സായിട്ട് ഈ പാത്തജനെ കൊല്ലാൻ ആരുണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്. ക്ലിയർ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒരു പാത്തജൻ, ജെംസ്, ഞാൻ അതേ പറഞ്ഞല്ലോ, പാത്തജൻ ജെംസ് ആവാം, വൈറസ് ആവാം, ബാക്ടീരിയ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് നമ്മൾ പറയുന്നത് എന്താണ്, ആൻറ്റിജൻ എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സോൾജേഴ്സായിട്ട് രക്ഷപ്പെടുത്താൻ ആരുണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ ഈ പാത്തജനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് ആര് കളയും, ആൻറ്റിബോഡീസ് കളയും. ഇനി നമുക്ക് ഈ 2 ടേം മനസ്സിലായല്ലോ. നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. Foreign bodies or pathogens that enter the body and stimulate the defense mechanism are called as antigens. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്ന ഫോറിൻ ബോഡീസിനോ പാത്തജൻസോ നമ്മുടെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അത് എന്തിനു സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൻറ്റിജൻ എന്ന് പറയുന്ന ആരാണ്, ഒരു ഫോറിൻ ബോഡിയോ ഒരു പാത്തജനോ ആവാം. അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റിജൻ എന്ന് പറയുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചിരിക്കുക, എന്താണ് ആൻറ്റിജൻ? ആൻറ്റിജൻ ഇസ് എ ഫോറിൻ ബോഡി ഓർ പാത്തജൻസ് ദാറ്റ് ഇസ് കോൾഡ് എസ് ആൻറ്റിജൻ. ഇത് അവർ പറഞ്ഞു, ഈ ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ പത്തജൻ നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ അത് വെറുതെ ഇരിക്കും, നമ്മൾ പോയിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ആരവിടെ വരും, ആൻറ്റിബോഡീസ് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. The defense mechanism that identifies the structure of each antigen and destroys it specifically is called as specific defense. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളിൽ ലിംഫോസൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പാത്തജനോ ഒരു ഫോറിൻ ബോഡീസോ കയറി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ആൻറ്റിജൻ്റെ സ്ട്രക്ചർ
ഐഡന്റിഫൈ ചെയ്ത് സ്പെസിഫിക്കലി മാത്രമേ ചെന്നത് ഡിസ്ട്രോയ് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയുന്നു? സ്പെസിഫിക് ഡിഫൻസ് എന്ന് നമ്മൾ പറയുന്നു. ദ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഐഡന്റിഫൈസ് ദ ആന്റിജന്റെ കാര്യമല്ല പറയുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, ഒരു ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ ഒരു പാത്തജൻസ് നമ്മളെ ബോഡിക്കകത്ത് കയറിയാൽ നമ്മളുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ഡിഫൻസ് മെക്കാനിസമാണ് ഇവിടെ പറയുന്നത്. ദ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് ഈച്ച് ആന്റിജൻ. നമ്മളെ ശരീരത്തിൻ്റെ അകത്ത് കയറിയ ഓരോ ആന്റിജന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി അതിന് ഡിസ്ട്രോയ്സ് ഇറ്റ് സ്പെസിഫിക്കലി. അതിന് സ്പെസിഫിക് ആയിട്ട് അതിന് സ്ട്രക്ചർ മനസ്സിലാക്കി അതിന് സ്പെസിഫിക് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയുന്നു? സ്പെസിഫിക് ഡിഫൻസ് എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് WBC ആണ്. നമുക്ക് WBCന് നമ്മൾ വേറെ ഒരു പേരാണ് നമ്മൾ പറയുന്നത് ലിംഫോസൈറ്റ്സ്. WBC ഈസ് അതർവൈസ് നോൺ ആസ് ലിംഫോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റ്സ് മെച്ചുർ ആകുന്നത് ബോൺ മാരോയിലാണ്. രണ്ട് ഭാഗത്ത് ഇത് മെച്ചുർ ആകുമ്പോൾ നമ്മൾ രണ്ട് പേരിൽ നമ്മൾ ലിംഫോസൈറ്റ്സിനെ പറയും. ഇപ്പോൾ ലിംഫോസൈറ്റ്സ് ബോൺ മാരോ തന്നെ മെച്ചുർ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ബി ലിംഫോസൈറ്റ്സ്. ബി എന്ന് വെച്ചാൽ ബോൺ മാരോ. ലിംഫോസൈറ്റ്സ് തൈമസിലാണ് മെച്ചുർ ആണെങ്കിൽ നമ്മളത് T ലിംഫോസൈറ്റ്സ്. ഞാൻ ചാപ്റ്റർ 4 നമ്മൾ ഡ്യൂറിങ് എമർജൻസീസ് എന്ന പോർഷനായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കുന്നത്. അതിൽ ഞാൻ തൈമസ് ഗ്ലാൻഡ് പറഞ്ഞു തന്നപ്പോൾ T ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. T എന്ന് വെച്ചാൽ തൈമസ് ആണ്. അപ്പോൾ തൈമസിൽ അത് മെച്യൂർ ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ പറയും T ലിംഫോസൈറ്റ്സ് നമ്മൾ പറയും. നിങ്ങൾ ടെക്സ്റ്റിലുള്ളവരുടെ വായിച്ചു നോക്കാം. WBC is known as lymphocytes are capable of destroying the pathogens in a way. നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ലിംഫോസൈറ്റ്സ് നമ്മളെ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരാളാണ്. എന്താണ്? ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ഇൻ ദ ബോൺ മാരോ ആർ ഓഫ് 2 types. ലിംഫോസൈറ്റ്സ് നമ്മളെ ബോൺ മാരോയിലാണ് ഉണ്ടാകുന്നത്. ദോസ് ദാറ്റ് മെച്ചുർ ഇൻ ദ ബോൺ മാരോ ആർ കാൾഡ് ബി ലിംഫോസൈറ്റ്സ്. ബോൺ മാരോയിൽ തന്നെ അത് മെച്ചുർ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? അത് ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നു. ദോസ് ദാറ്റ് മെച്ചുർ ഇൻ ദ തൈമസ് ഗ്ലാൻഡ് ദാറ്റ് വി ആർ കോൾഡ് ആസ് T ലിംഫോസൈറ്റ്. തൈമസ് ഗ്ലാൻഡ് ആണ് അത് മെച്ചുർ ആവണമെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? T ലിംഫോസൈറ്റ്സ് നമ്മൾ പറയുന്നു. ഇനി നമുക്ക് ബി ലിംഫോസൈറ്റ്സും T ലിംഫോസൈറ്റ്സും പ്രത്യേകിച്ച് പഠിക്കാണ്. ബി ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു നോക്കാം. ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് certain proteins that act against the antigens. These are called as antibodies. ബി ലിംഫോസൈറ്റ്സ് ഒരു പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോട്ടീൻസ് എന്തിനെതിരെ ആക്ട് ചെയ്യുന്നു? വരുന്ന ആന്റിജൻസിനെതിരെ, വരുന്ന പത്തോജൻസിനെതിരെ, വരുന്ന ഫോറിൻ ബോഡീസിനെതിരെ ഇത് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? ആന്റിബോഡീസ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളെ ശരീരത്തിനകത്ത് കയറി ആന്റിജനെ ആര് ഡിസ്ട്രോയ് ചെയ്യും? ആന്റിബോഡീസ് ആയ ബി ലിംഫോസൈറ്റ്സ് ഡിസ്ട്രോയ് ചെയ്യും. ഇനി എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് നോക്കാം. The antibodies destroy the pathogens in the 3 different ways. 3 ഡിഫറെൻറ്റ് തരത്തിലാണ് ആന്റിജൻസിനെ ആന്റിബോഡീസ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദെയർ സെൽ മെംബ്രെയിൻ. ചില ബാക്ടീരിയനെ ബി ലിംഫോസൈറ്റ്സ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാക്ടീരിയനെ സെൽ മെംബ്രെയിനെ മാത്രം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദെയർ സെൽ മെംബ്രെയിൻ. അതിന് സെൽ മെംബ്രെയിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ബാക്ടീരിയനെ കൊല്ലുന്ന കളയും. ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസിൻറ്റഗ്രേറ്റിംഗ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ന്യൂട്രലൈസ് ദ ടോക്സിൻസ് ഓഫ് ആന്റിജൻ. ചിലവരെങ്ങനെയാണ് ആന്റിജൻസിനെ ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. ഡിസ്ട്രോയ് ദ പാത്തജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. ഇനി 3rd സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ദ പാത്തജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. വേറെ WBCനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ ബി ലിംഫോസൈറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ലിംഫോസൈറ്റ്സ് സർട്ടൻ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനെതിരെ? ആന്റിജൻസിനെതിരെ. അതിന് നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. 3 തരത്തിലാണ് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് സെൽ മെംബ്രെയിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ബാക്ടീരിയസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. നമ്പർ 2 എന്ന് പറയുന്നത് ആൻറ്റിജൻസിൻ്റെ ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് അത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. നമ്പർ 3 എന്ന് പറയുന്നത് ചില വൈറ്റ് ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അത് 3 നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത്. നമുക്ക് T ലിംഫോസൈറ്റ്സ് നോക്കാം. സ്റ്റിമുലേറ്റ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദ ബോഡി. T ലിംഫോസൈറ്റ്സ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള വേറെ ഡിഫൻസ് മെക്കാനിസത്തിനെ, വേറെ ഡിഫൻസ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഡിസ്ട്രോയ് ദ സെൽസ് അഫക്റ്റഡ് ബൈ ദ വൈറസ്. വൈറസ് അഫക്റ്റ് ചെയ്ത സെൽസിനെ മാത്രം ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽസ്. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും ആര്? T ലിംഫോസൈറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തുക, T ഭയങ്കര കുറച്ചുകൂടെ ആൾക്കാർ, കുറച്ച് വലിയ ആൾക്കാരെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ്. ഒന്ന് ക്യാൻസർ. നമ്മൾ ബാക്ടീരിയ പോലെ ബാക്ടീരിയ
എന്താണ് പ്രോട്ടോസോവ വൈറസ് എല്ലാത്തിനെക്കാളും ഏറ്റവും മാരകമായിട്ട് നിൽക്കുന്ന ആളാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും, നമ്മുടെ ബോഡിക്കകത്തുള്ള വേറെ ഡിഫൻസ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ടി ലിംഫോസൈറ്റ്? ടി എന്ന് വെച്ചാൽ തൈമസ് ആണ്. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും, നമ്മളെ വൈറസ് എഫക്ട് ചെയ്ത സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും, നമ്മളെ ഡിഫൻസ് സെൽസിനെ ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. വേറെ പല ഡിഫൻസ് സെൽസിന് നമ്മുടെ ബോഡിക്കകത്തുള്ള വേറെ പല ഡിഫൻസ് സെൽസിനെ ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ടി ലിംഫോസൈറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലിംഫ് ആൻഡ് ഡിഫൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആൻറ്റിജൻ എന്തെന്ന് മനസ്സിലായി, ആൻറ്റിബോഡി എന്തെന്ന് മനസ്സിലായി, ബി ലിംഫോസൈറ്റ്സ്, നമ്മൾ WBC നമ്മൾ വേറൊരു പേര് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നു. അത് മെച്ചറാവുന്ന 2 സൈറ്റുകൾ നമ്മൾ പറയുന്നത്. ബോൺ മാരിൽ തന്നെ മെച്ചറാണെങ്കിൽ നമ്മൾ ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയും. തൈമസ് ഗ്ലാൻഡിലാണ് നമ്മൾ മെച്ചറാണെങ്കിൽ നമ്മൾ ടി ലിംഫോസൈറ്റ്സ് നമ്മൾ പറയും. പിന്നെ എന്ത് പറഞ്ഞു, ബി ലിംഫോസൈറ്റ്സിൻ്റെ എങ്ങനെയാണ് നമ്മൾ ആൻറ്റിജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്, നമ്മൾ ടി ലിംഫോസൈറ്റ്സ് എങ്ങനെയാണ് ആൻറ്റിജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിംഫ് ആൻഡ് ഡിഫൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദ ലിംഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ലിംഫ് എന്ന് വെച്ചാൽ ഒരു കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് വിച്ച് കണ്ടെയ്ൻ WBC. അതിൻ്റെ അകത്ത് WBC ഉണ്ട്. എന്താണ് ലിംഫ്? ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് വിച്ച് കണ്ടെയ്ൻ WBC. The lymph formed in the blood and reabsorbed into the blood has a prominent role in the defense mechanism like blood itself. Lymph formed from the blood. Lymph form ചെയ്യുന്നതും ബ്ലഡിൽ നിന്ന് തന്നെയാണ്, റീഅബ്സോർവ് ചെയ്യുന്നതും ബ്ലഡ് തന്നെയാണ്. ഇതിന് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് ലിംഫിനൊരു വലിയൊരു റോൾ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ലിംഫ് എന്താണ് ഡിഫൻസ് മെക്കാനിസത്തിൽ ഒരു മേജർ റോൾ തന്നെ വഹിക്കുന്നുണ്ട്. ലിംഫ് കണ്ടെയ്ൻ പ്ലെന്റി ഓഫ് ലിംഫോസൈറ്റ്സ്. ഞാൻ ആദ്യമേ പറഞ്ഞു ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് വിച്ച് കണ്ടെയ്ൻ WBC. WBCയുടെ വേറൊരു പേരെന്താണ്? ലിംഫോസൈറ്റ്. സെയിം അത് തന്നെയാണ് ഇവർ പറയുന്നത്. ലിംഫ് കണ്ടെയ്ൻ പ്ലെന്റി ഓഫ് ലിംഫോസൈറ്റ്സ്. ലിംഫിൽ ഒരുപാട് ലിംഫോസൈറ്റ്സ് ഉണ്ട്. ദി ഡിസ്ട്രോയ് ദ ഡിസീസ് കോസിംഗ് ബാക്ടീരിയ ഇൻ ദ ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ. ഇതിൻ്റെ പ്രത്യേകത ലിംഫ് ബാക്ടീരിയനെ, ശ്രദ്ധിച്ച് കേൾക്കണേ, ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് എവിടെ കൊണ്ടുപോയിട്ടാണ്? ലിംഫ് നോഡിലും സ്പ്ലീനിലും കൊണ്ടു ചെന്നിട്ടാണ് ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇതാണ് ലിംഫിൽ ഏറ്റവും പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്. ലിംഫ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് വിച്ച് കണ്ടെയ്ൻ WBC. ലിംഫ് ബാക്ടീരിയ വൈറസ് അല്ല, പ്രോട്ടോസോവ അല്ല, ഒന്നുമല്ല, ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് എവിടെ കൊണ്ടുപോയിട്ടാണ്? ലിംഫ് നോഡ്സിലും സ്പ്ലീനിലുമാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ലിംഫ് ആൻഡ് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണൈസേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ വ്യക്തിയെ കുറിച്ചൊന്ന് പഠിക്കാം. എഡ്വേർഡ് ജെന്നറിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് ഇമ്മ്യൂണൈസേഷൻ പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഒരു ഇംഗ്ലീഷ് ഡോക്ടറായ നമ്മുടെ എഡ്വേർഡ് ജെന്നർ എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു ഈ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു കൗ പോക്സ് വന്ന ഒരു വ്യക്തിക്ക് സ്മോൾ പോക്സ് വരത്തില്ല എന്നായിരുന്നു ഡോക്ടറിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ഡോക്ടർ അതിനൊരു 8 വയസ്സുള്ളൊരു കുട്ടീനെ എടുത്തിട്ട് കൗ പോക്സ് എഫക്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ നിന്ന് പസ് എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ ഈ 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്തു, മനഃപൂർവ്വം ഇഞ്ചെക്ട് ചെയ്തു. നോർമലി കുഞ്ഞിന് കൗ പോക്സ് വന്നു. കാരണം കൗ പോക്സ് ഉള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് പസൽസ് എടുത്തിട്ട് ഈ 8 വയസ്സുള്ള കുഞ്ഞിന് മനഃപൂർവ്വം ഇൻറ്റൻഷനലി ഡോക്ടർ ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ കുഞ്ഞിന് എന്ത് ചെയ്തു? കൗ പോക്സ് വന്നു. എന്നിട്ട് കൗ പോക്സ് വരെയും ചെയ്തു, കുഞ്ഞിനത് റിക്കവറിയും ചെയ്തു. 2 മാസം കഴിഞ്ഞതിന് ശേഷം സ്മോൾ പോക്സ് എഫക്റ്റഡ് ആയ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പസ് എടുത്തിട്ട് വീണ്ടും ഈ കുഞ്ഞിന് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുഞ്ഞിന് സ്മോൾ പോക്സ് ഡിസീസ് വന്നില്ല. അപ്പോൾ ഈ എഡ്വേർഡ് ജെന്നർ ഡോക്ടർ പറഞ്ഞു കൗ പോക്സ് ഒരു പ്രാവശ്യം ശരീരത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വീണ്ടും സ്മോൾ പോക്സ് എന്ന അസുഖം വരത്തില്ല. ഇതായിരുന്നു ഡോക്ടറിൻ്റെ കണ്ടുപിടുത്തം. അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് വാക്സിനേഷൻ ഉണ്ടാവേണ്ട കാരണം. ഈ ഡോക്ടറിൻ്റെ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ് നമുക്ക് വാക്സിനേഷൻ വരാൻ വേണ്ടിയുള്ള കാരണം. നമുക്ക് വായിച്ചു നോക്കാം. എഡ്വേർഡ് ജെന്നർ, എ ഇംഗ്ലീഷ് ഡോക്ടർ, സ്റ്റാർട്ടഡ് ദ ഇമ്മ്യൂണൈസേഷൻ in 1978. He observed that the people affected by the cowpox escaped from the attack of smallpox. ഡോക്ടർ കണ്ടുപിടിച്ചു cowpox വന്ന ഒരു വ്യക്തിക്ക് സ്മോൾ പോക്സ് വരുന്നില്ല എന്ന്. He injected the pus taken from the cowpox patient into the body of an 8-year-old. 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്തിട്ട് cowpox എഫക്ട് ചെയ്ത പേഷ്യന്റിൽ നിന്നൊരു പസ് എടുത്ത് മനഃപൂർവ്വം ഇഞ്ചെക്ട് ചെയ്തു. The boy was affected by cowpox and recovered. ബോയ്ക്ക് cowpox വന്നു, പക്ഷെ പുള്ളിക്കാരൻ റിക്കവറായി, കുഞ്ഞുകുട്ടിയെ കൊച്ചു റിക്കവറായി.
ആഫ്റ്റർ 2 months 2 മാസം കഴിഞ്ഞതിന് ശേഷം the first taken from the smallpox patient was injected into the body. Smallpox ഉള്ള വ്യക്തിയുടെ നിന്ന് ഫസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇൻജെക്ട് ചെയ്തു. He was not affected by the smallpox. ആ കുഞ്ഞ് smallpox എഫക്ട് ചെയ്തില്ല, ആ കുഞ്ഞിന് smallpox വന്നില്ല. The immunization program got the name vaccination from the Latin word vacca, mean cow, the memory of the cowpox experienced by Jenner. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൗപോക്സ് വന്ന ഒരു വ്യക്തിക്ക് വീണ്ടും സ്മോൾ പോക്സ് വരത്തില്ല എന്നാണ് ഡോക്ടർ കണ്ടുപിടിച്ചത്. ഇതോടുകൂടിയാണ് നമുക്ക് ഇമ്മ്യൂണൈസേഷൻ നമ്മളെ ഇതിൽ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. നമുക്കിത് നോക്കാം. ഡിഫൻസ് മെക്കാനിസം ബിക്കംസ് സ്ലോ വെൻ ദ ജെംസ് എൻ്റർ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ അത് ജെംസ് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ചിലപ്പോൾ സ്ലോ ചെയ്യേണ്ട സാധ്യത ഉണ്ട്. The cause of spread and multiplication, this cause the spread and multiplication of germs. അങ്ങനെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജെംസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും സ്പ്രെഡിങ്ങും അധികമായിട്ട് നടക്കും. ശരിയല്ലേ? ഇമ്മ്യൂണൈസേഷൻ ഈസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ് ടു മേക്ക് ദ ഡിഫൻസ് സെൽസ് അലേർട്ട് അഗെയിൻസ്റ്റ് അറ്റാക്ക് ഓഫ് ദ പാത്തജൻസ്. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്, അത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. ടു മേക്ക് ദ ഡിഫൻസ് സെൽസ് അലേർട്ട് അഗെയിൻസ്റ്റ് അറ്റാക്ക് ഓഫ് പാത്തജൻസ്. പാത്തജൻസിന് അറ്റാക്ക് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ അവർ മനഃപൂർവ്വം ഇൻജെക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബോഡിക്കകത്ത് ഈ ആൻറ്റിജൻസ് പോയിട്ട് ആൻറ്റിബോഡീസിനെ ഫോം ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ സെയിമിലുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് വീണ്ടും മെമ്മറി ഉണ്ട്. എന്ത് പറയും? ഈ ശരീരത്തിനകത്ത് ആൾക്കാരുണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ ഈ വരുന്ന ആൻറ്റിജൻസിനെ കില്ല് ചെയ്ത് കളയും. അതിന് വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ എന്ത് പറയുന്നത്? വാക്സിനേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ അലേർട്ട് എന്ന വാക്ക് അവർ ഉപയോഗിച്ചത്. Vaccination is a substance used for the artificial immunization. Any of the components from, ഇനി അവർ പറയുന്നുണ്ട് എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. From alive or dead or neutralized germs, neutralized toxins or cellular parts of the pathogens will be the component of each vaccine. ഓരോ വാക്സിൻ്റെ കമ്പോണൻറ്റ് പറയുന്നത് ഒന്നുമില്ല മരിച്ചതായ ജെംസിൻ്റെ, അല്ലെങ്കിൽ ആ ജെംസിന് ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ടോക്സിൻസോ അല്ലെങ്കിൽ ആ പാത്തജൻസിന് സെല്ലുലാർ ആയിട്ടുള്ള പാർട്സോ ആയിരിക്കും വാക്സിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്നിൽ അലൈവായിട്ടുള്ള ജീവനില്ലാത്ത ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ജെംസിൻ്റെയോ അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ടോക്സിൻസോ അല്ലെങ്കിൽ പറയുന്ന പാത്തജൻസിൻ്റെ സെല്ലുലർ പാർട്സോ ആയിരിക്കും ഓരോ വാക്സിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. These act as the antigens that stimulates the defense mechanism of the body. ഈ ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പം കുത്തിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ശരീരത്തിൽ ഇപ്പം MMR വാക്സിൻസ് തരും. അതിൽ MMR എന്ന് പറയുന്നത് മീസിൽസ്, മംസ്, റുബല്ല. നമുക്ക് ഓൾറെഡി മീസിൽസ്, മംസ്, റുബല്ല ഒന്നും നമുക്ക് ഇല്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അവർ മനഃപൂർവ്വം ഇൻജെക്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ദീസ് ആർ ദ ആൻറ്റിജൻസ്. നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ആരാണ്? ആൻറ്റിജൻസ് ആണ്, പാത്തജൻസ് ആണ്. ഈ ആൻറ്റിജൻസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിക്കകത്തുള്ള ഡിഫൻസ് മെക്കാനിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ഇൻ ദ ബോഡി അഗെയിൻസ്റ്റ് ദം. അപ്പോൾ നമ്മളെ ബോഡിക്കകത്ത് ഈ വരുന്ന ആൻറ്റിജൻസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് നമ്മളെ ബോഡിക്കകത്ത് തന്നെ ഫോം ചെയ്യും. ദീസ് ആൻറ്റിബോഡീസ് ആർ റീറ്റെയിൻഡ് ഇൻ ദ ബോഡി. ഈ ഉള്ള ആൻറ്റിബോഡീസ് നമ്മളെ ബോഡിക്കകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യും. വിച്ച് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ ഈ പറയുന്ന മംസോ, റുബല്ലോ, ഇപ്പം ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, ഈ പറയുന്ന മീസിൽസോ, മംസോ, റുബല്ലോ നമ്മളെ ഭാവിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ആൻറ്റിബോഡീസ് ഈ വരുന്ന ആൻറ്റിജനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അതാണ് in the future which protects the body from the pathogens responsible for the same disease. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ വാക്സിനിൽ പറയുന്നത് ഒരു വാക്സിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് എലൈവായിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രലൈസ്ഡ് ജെംസ് ആവാം, ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ് ആവാം, അല്ലെങ്കിൽ ആ പത്തജൻസിന് എന്തെങ്കിലും ഒരു സെല്ലുലാർ പാർട്സ് തന്നെ ആവാം നമ്മുടെ ശരീരത്തിനകത്ത് മനഃപൂർവ്വം ഇൻജെക്ട് ചെയ്യും. എക്സാമ്പിളാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ MMR വാക്സിൻ നമുക്കിപ്പോൾ എടുക്കാം. MMR എന്ന് പറയുന്നത് മീസിൽസ്, മംസ്, റുബല്ല. നമ്മുടെ ശരീരത്തിനകത്ത് ഇപ്പോൾ ഒരു ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻജെക്ട് ചെയ്യുന്നത് എന്താണ്? ആൻറ്റിജനാണ്. നമ്മുടെ ശരീരത്തിലുള്ള പാത്തജൻസ് ആണ് അവർ ഇൻജെക്ട് ചെയ്യുന്നത്. ഈ പാത്തജൻസ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻറ്റിബോഡീസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഭാവിയിൽ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ മീസിൽസോ, റുബല്ലോ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറിയാൽ നമ്മുടെ ബോഡിക്കകത്ത് ഓൾറെഡി ആരുണ്ട്? ആൻറ്റിബോഡീസ് ഉണ്ട്. ഈ ആൻറ്റിബോഡീസ് വരുന്ന ആൻറ്റിജനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഇത്രയേ ഉള്ളൂ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ച് വാക്സിൻസ് നെയിം കളക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. BCG നമ്മൾ കൊടുക്കുന്നത് TBക്ക് കൊടുക്കുന്നതാണ് നമ്മൾ BCG എന്ന് പറയുന്നത്. OPV നമ്മൾ പോളിയോയ്ക്ക് കൊടുക്കും. ഓക്കെ, ഈ പെൻറ്റാവാലന്റ് നമ്മൾ 5 അസുഖങ്ങൾ കൊടുക്കുന്നതാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നാമത്തത് ഡിഫ്തീരിയ,
രണ്ടാമത്തത് പെർട്ടൂസിസ്, മൂന്നാമത്തത് ടെറ്റനസ്, നാലാമത്തത് ഹെപ്പറ്റൈറ്റിസ് ബി, അഞ്ചാമത്തത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഓക്കെ, അടുത്ത് വരുന്ന MMR ആണ്. MMR മീസിൽസ്, മംസ്, റുബല്ല. TT എന്ന് പറയുന്നത് ടെറ്റനസിനെതിരെ നമ്മൾ കൊടുക്കുന്നതാണ് TT എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും വരെ പഠിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അറിയാവുന്ന കൂട്ടുകാർക്കും ഫ്രണ്ട്സും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.